US നിന്ന് ഇന്ത്യക്കൊരു ബഹുമതി നേടിയെത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്നുള്ള ഒരു പദവി. ഇത് പറഞ്ഞിരിക്കുന്നത് കണസ കമ്പനികളുടെ ഒരു സർവേ ഫലമൊന്നുമല്ല. മോർണിംഗ് കൺസൾട്ട് എന്ന് പറയുന്ന US കമ്പനി തന്നെയാണ്. അവർ വളരെ കണിശമായി നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഒരു സർവേ. ആ സർവേ ഫലം പുറത്തു വരുന്നതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. വെറുതെ ഒരു റിപ്പോർട്ട് നടത്തി പേരിന് വേണ്ടി നടത്തുന്ന പല എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്തരത്തിലല്ല. അപ്പോൾ അത്തരത്തിൽ വളരെ കണിശമായി നടത്തിയിട്ടുള്ള ഈ റിപ്പോർട്ടിനെ തുടർന്ന് അവർ പുറത്തുവിട്ടിരിക്കുന്നത് നമ്പർ 1 എന്ന് പറയുന്നത് മോദിയാണ്. അത് നമുക്ക് ഈ ഒരു കാലത്ത്, അത് ഇന്നലെ പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനം കൂടിയായിരുന്നു. അദ്ദേഹത്തിനുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിൽ ഒരു ബഹുമതി കിട്ടിയിരിക്കുന്നു. ഇതിൽ മാഷ സംസാരിച്ചപ്പോൾ പറഞ്ഞതിൽ വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം, ഇതിൽ 8ാം സ്ഥാനത്തോ മറ്റുമാണ് അവരുടെ സ്വന്തം പ്രസിഡന്റ് വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് മാഷ ഈ കേൾക്കുന്നതൊക്കെ? നല്ല തമാശയാണ്. കാരണം ഇതൊരു കർമ്മയാണ്. ഈ സമയത്ത് ഏതാ സമയം എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്കെതിരായി ലോകം മുഴുവൻ നടന്ന് കുപ്രചരണങ്ങൾ നടത്തുക, ഇന്ത്യയുടെ കഞ്ഞികൂടി മുട്ടിക്കാനുള്ള താരിഫ് യുദ്ധങ്ങൾ നടത്തുക, ഇന്ത്യക്കെതിരായി എവിടെയൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സ്വാഭാവികമായി ഒരു അപ്രതീക്ഷിതമായ യുദ്ധം ഉണ്ടായി. നമ്മളത് നമ്മൾ തിരിച്ചടിച്ചു, അവസാനിപ്പിച്ചു. അപ്പോൾ അതിലെ അവകാശവാദമായിട്ട് വരിക. ഇങ്ങനെ ഇന്ത്യയെ അപമാനിക്കാൻ ലോകം മുഴുവൻ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തേടി ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും വിശ്വാസ്യതയുള്ള, ഇപ്പോൾ മോർണിംഗ് കൺസൾട്ട് ഒരു ചെറിയ കമ്പനിയല്ല, 2014 തൊട്ട് ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരുപാട് സർവേകൾ നടത്തിയ കമ്പനിയാണ്. അമേരിക്കക്കാരൻ തന്നെയാണ്. മൈക്കൽ റാംലെറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് അതിൻ്റെ CEO, അദ്ദേഹമാണ് അതിൻ്റെ സ്ഥാപകനും. അപ്പോൾ അങ്ങനെ അംഗീകാരം നേടിയ ഒരു കമ്പനി ഈ സമയത്ത് ഒരു സർവേ കഴിഞ്ഞ ഏപ്രിലാണ് നടത്തിയത്. പിന്നെ അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ പൂർത്തിയാവാൻ സമയമെടുത്ത ചെറിയ സർവേ അല്ല കേട്ടോ. ഈ സർവേയുടെ ഒരു പ്രത്യേകത ടൈം ബൗണ്ട് ആയിട്ട് നടത്തും. ഈ 24 hour നമ്മൾ അഖണ്ഡനാമ യജ്ഞം പോലെയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം ഈ കഴിഞ്ഞ ജൂലൈ മാസം 4 തൊട്ട് 10 വരെ, കഴിഞ്ഞ ജൂലൈയിലെ 4 തൊട്ട് 10 വരെ കൃത്യം 7 ദിവസം 24/7 നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് 24 മണിക്കൂറും 7 ദിവസം തുടർച്ചയായിട്ട്. എന്താ സർവേ എന്നറിയോ? ആ സർവേയുടെ പ്രത്യേകത, ലോകത്തിലെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലെയും ജനങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനനേതാവ് ആരാണ്? ഗ്ലോബൽ സർവേയാണ്. ആ സർവേയുടെ ശരിയായ പേര് തന്നെ ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് ട്രാക്കർ എന്നാണ്. ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ മികച്ച ജനനേതാവിനുള്ള അംഗീകാരം ആർക്കാണുള്ളത് എന്ന് അറിയാനുള്ള റേറ്റിംഗ് ട്രാക്കർ. അത് ഒരു ഹിസ്റ്ററിയാണ് കേട്ടോ. ഈ റെക്കോർഡ് നിലനിൽക്കും അണ്ടിൽ ആൻഡ് അൺലെസ് ഇനി ആരെങ്കിലും ഇതുപോലെ, ഒന്നുകിൽ ഇവർ തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു കോമ്പീറ്റൻ്റ് അതോറിറ്റിയോ ഇതുപോലൊരു ഗ്ലോബൽ സർവേ നടത്താനുള്ള വലിയ സന്നാഹങ്ങൾ നടത്തിയിട്ട് റിസൾട്ട് വരുമ്പോൾ മാത്രമേ മറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇത് കാലാകാലങ്ങളിൽ നടക്കും. മിക്കവാറും ഈ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഓരോ 5 കൊല്ലം ഇടവിട്ട് എന്തായാലും നടക്കും. അപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. ജൂലൈ 4 മുതൽ 10 വരെ 7 ദിവസം 24 മണിക്കൂറും. ഇവർക്ക് അമേരിക്കയിലെ എല്ലാ വൻകിട നഗരങ്ങളിലും വലിയ സെറ്റപ്പ് ഉണ്ട്, സംവിധാനമുണ്ട്. ന്യൂയോർക്കിലുണ്ട്, വാഷിങ്ടണിലുണ്ട്, സാൻ ഫ്രാൻസിസ്കോയിലുണ്ട്, ഫ്ലോറിഡയിലുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നത് ലോകത്തിലെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലെയും 1000-ൽ കുറയാത്ത ജനങ്ങളോട്, ഒരു രാജ്യത്തെ ഏറ്റവും ചുരുങ്ങിയത് 1000 പേരോട് ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തുകയാണ്. നേരിട്ട് വിളിച്ച് സംസാരിക്കുകയാണ്. ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ടിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന കണക്കല്ല, കമ്പ്യൂട്ടർ ടിക്കിംഗ് അല്ല, നേരിട്ട് സംസാരിച്ച് റെക്കോർഡ് ചെയ്ത ഡോക്യുമെൻ്റാണ്. അതുകൊണ്ടാണ് അതിന് വെരിഫിക്കേഷൻ വേണ്ടി വരുന്നത്. അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനൊക്കെ സമയം എടുക്കുന്നത് അതുകൊണ്ടാണ് ജൂലൈയിൽ നിന്ന് നമുക്കിത് അറിയാൻ സെപ്റ്റംബർ വരെ ഇരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തുന്ന രേഖയാണ് അത്. അതിൻ്റെ ഒടുവിലത്തെ കൺസോൾട്ടേഷനും വെരിഫിക്കേഷനും സർട്ടിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ്. ഒരു പക്ഷേ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്നലെ മോദിയുടെ ജന്മദിനം കൂടിയായിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കറക്റ്റാണ്, ഒരു പിറന്നാൾ സമ്മാനം കൂടിയാണ്. ഞാനത് ഓർത്തിട്ടില്ല. ആ സമയത്ത് ഇന്നലെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ കിട്ടിയിരിക്കുന്ന രേഖ പ്രകാരം അത്ഭുതകരമായൊരു കാര്യം, 2-3 ചോദ്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് വിദൂര ദിക്കുകളിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിടത്തോളം ലോകത്തിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ആരാണ്? 2, നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള നേതാവ് ആരാണ്? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ടിനും അഭിപ്രായം പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവിൻ്റെ പേര് പറയാം, ഏറ്റവും വെറുപ്പുള്ള നേതാവിൻ്റെയും പേര് പറയാം. ഇനി നോട്ടയുണ്ട്, അഭിപ്രായം പറയുന്നില്ല
പറയുന്നില്ലെങ്കിൽ വേണ്ട, എനിക്കതിൽ അഭിപ്രായമില്ല എന്നും പറയാം. ഈ 3 ഓപ്ഷനേ ഉള്ളൂ. ആ വോട്ടെടുപ്പിലെ അത്ഭുതകരമായ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എത്ര രാജ്യങ്ങളാണ് നോക്കണം. ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 204 രാജ്യങ്ങളുണ്ട് ആൾപ്പാർപ്പുള്ളത്. അതിൽ ഒരു ഭരണ സംവിധാനം ഉള്ളതും ഇല്ലാത്തതുമായ കൊച്ചു രാജ്യങ്ങളുണ്ട്. ചെറിയ നാടുവാഴികളൊക്കെ ഭരിക്കുന്നത്. അതൊക്കെ കഴിച്ചാൽ തന്നെ ലക്ഷണമൊത്ത ജനാധിപത്യമുള്ള രാജ്യങ്ങൾ ഏതാണ്ട് 95ഓളം വരും. അതിൽ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഈ വാർത്താ വിതരണ സൗകര്യങ്ങളൊക്കെ വേണമല്ലോ, അതില്ലാത്ത 5 രാജ്യങ്ങളെ ഒഴിവാക്കി ബാക്കി 90 രാജ്യങ്ങളിൽ ആലോചിച്ച് നോക്കൂ, 90 രാജ്യങ്ങളിലെ 1000 പേരോട്, ഏറ്റവും ചുരുങ്ങിയത് 1000 പേര് എന്ന് പറഞ്ഞാൽ 90,000 പേരോട് എന്ന് പറഞ്ഞാൽ 100,000 മനുഷ്യരോട് നേരിട്ട് 7 ദിവസം കൊണ്ട് സംസാരിച്ചുണ്ടാക്കുന്ന കറക്റ്റായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിലെ അത്ഭുതമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൽ 100ലാണ് മാർക്ക്. അപ്പോൾ 40 മാർക്ക് കിട്ടിയ 10 പേരുടെ ജനപ്രിയ രേഖ എന്ന് പറഞ്ഞാൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവരുടെ ട്രാക്കർ, റേറ്റിംഗ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് ട്രാക്കർ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ രേഖയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആളുടെ പേര് തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്നാണ്. ഇന്ത്യക്ക് അഭിമാനിക്കാം, ലോകത്തിന് വലിയ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മോദിയെക്കുറിച്ച് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഈ പെർഫോമൻസ് മാത്രമല്ല, അതേ മനസ്സും അതേ അംഗീകാരവും അദ്ദേഹം ലോകത്തിന് മുമ്പിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് കിട്ടി എന്നാണ് മോദിക്ക് കിട്ടി. അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ. അദ്ദേഹം സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ എവിടെ ചെന്നാലും അദ്ദേഹം കാണുന്നത്, അവിടെ അദ്ദേഹം പോകുന്നത് ഒക്കെ രീതിയുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗോള പെർഫോമൻസിൽ ഏറ്റവും ജനപ്രീതിയുള്ളത് 75%. ഒന്നാമത്തെ ചോദ്യം താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോക നേതാവ് ആരാണ്? 75% മനുഷ്യർ മോദിയുടെ പേര് പറഞ്ഞു. അങ്ങേക്ക് ഏറ്റവും അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ മോദി ഏറ്റവും ഇഷ്ടമില്ലാത്ത നേതാവിൻ്റെ പേരായിട്ട് 18% പേര് മോദിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ, കാരണം മോദിയുടെ ശത്രു രാജ്യങ്ങളും ഉണ്ടാവുമല്ലോ ഈ സർവേയിൽ. തീർച്ചയായിട്ടും 18% ആളുകൾ മാത്രമാണ് മോദിക്ക് എതിർപ്പ് പറഞ്ഞത്. ഞങ്ങൾ മിണ്ടുന്നില്ല, അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞ നോട്ട ഗ്രൂപ്പിൽ 7 പേരുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 75% അനുകൂലവും 18% പ്രതികൂലവും അഭിപ്രായമില്ലാത്ത 7. 100 ഇതാണ് അതിൻ്റെ കണക്ക്. ഈ രീതിയിൽ തന്നെയാണ് എല്ലാ നേതാക്കന്മാരുടെയും ഈ കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നോക്കാം ബാക്കി. അപ്പോൾ നമ്പർ 1 മോദി. ഇനി നമ്പർ 2 സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ആണ്. സൗത്ത് കൊറിയൻ പ്രസിഡന്റ് മ്യൂങ്, അദ്ദേഹത്തിന് 59% വോട്ടുണ്ട്. നമ്പർ 3 അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മെയ്ലെയാണ്. അർജന്റീന. ഇതിൻ്റെയൊക്കെ ഒരു ദൂരം ആലോചിച്ച് നോക്കൂ. സൗത്ത് കൊറിയയിൽ നിന്ന് പിന്നെ പോകുന്നത് 3ാം സ്ഥാനം. ഇന്ത്യയിലാണ്, 2ാം സ്ഥാനം സൗത്ത് കൊറിയയിലാണ്, 3ാം സ്ഥാനം അർജന്റീനയിലാണ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യം. 4ാം സ്ഥാനത്ത്, അപ്പോൾ 4ാം സ്ഥാനത്ത് കാനഡയാണ്. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണിക്ക് 56% വോട്ടുണ്ട്. 5 ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററാണ് ആന്റണി ആൽബനിസ്, 54%. 6 മെക്സിക്കോ പ്രസിഡന്റാണ് ക്ലൗഡിയ ഷെയിൻബോം, 53%. 7ാം സ്ഥാനം സ്വിറ്റ്സർലൻഡിൻ്റെ പ്രസിഡന്റ് കാരിൻ കെല്ലർ സൂട്ടർക്കാണ്, അത് 48%. 8ാം സ്ഥാനം അമേരിക്കൻ പ്രസിഡന്റിനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 44% വോട്ട് കിട്ടിയിട്ടുണ്ട്. 44% ആളുകൾ ഇദ്ദേഹം കൊള്ളാവുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 2ാമത്തെ ചോദ്യത്തിൽ 1ാമൻ ട്രംപാണ്. 2ാമത്തെ ചോദ്യം ഏതാണ്? ലോകത്തിൽ ഈ ചോദിച്ച ആളുകൾക്ക് 100,000-ഓളം 90,000 ആളുകളോട് ചോദിച്ചില്ലേ? അപ്പോൾ ഈ 100,000 പേരിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകളുടെ പേരിൽ 1ാം സ്ഥാനത്ത് മോദിയാണ്. അദ്ദേഹത്തിന് 50% ട്രംപാണ്. അദ്ദേഹത്തിന് 50% മനുഷ്യർ വെറുക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ലോക ജനതയിൽ 50% മനുഷ്യർ കണ്ടുകൂടാത്തൊരു മനുഷ്യനായിട്ട് ട്രംപിനെ കാണും. എത്ര വേഗമാണ് അദ്ദേഹം റെക്കോർഡ് നേടിയെടുത്തത്. ഇതാണ് ട്രംപിൻ്റെ പ്രത്യേകത. ഇത് അദ്ദേഹത്തിന് കിട്ടുന്ന എവിടുന്ന? ലോകപ്രസിദ്ധമായ അമേരിക്കൻ കൺസൾട്ടിംഗ് കമ്പനി തന്നെ സർവേ നടത്തിയിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് ഒപ്പുവെക്കുമ്പോൾ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ്, ഈ സാധനം, സർവേ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടുള്ളൂ. അദ്ദേഹത്തിൻ്റെ സർക്കാരിന് തന്നെ അതിനെ ഒപ്പുവെക്കേണ്ടിയും വന്നിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു സങ്കടം. 9ാമത്തെ ആൾ പോളണ്ടിൻ്റെ പ്രൈം മിനിസ്റ്റർ ഡൊണാൾഡ് ടസ്ക്. അദ്ദേഹത്തിന് 41% വോട്ടുണ്ട്. 10ാമത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിക്ക് 40% വോട്ടുണ്ട്. 40%-ൽ കൂടുതൽ വോട്ട് കിട്ടിയ 10 പേരുടെ ലിസ്റ്റാണ് ഈ വായിച്ചത്. നമ്പർ 1 അപ്പോഴും മോദി തന്നെയാണ്. ഏറ്റവും മോശം ഇമേജ് ഉണ്ടാക്കിയ, ഏറ്റവും ജനവിരോധം നേടിയ നേതാവായിട്ട് ട്രംപും ഉണ്ട്.
മോദിയെ തകർക്കാനും ഇന്ത്യയെ തകർക്കാനും ഡൊണാൾഡ് ട്രംപ് കച്ചകെട്ടി ഇറങ്ങിയ കാലത്ത് കിട്ടേണ്ടത് വീണ്ടും ഒരിക്കൽ കൂടി ട്രംപിൻ്റെ മണ്ടക്ക് കിട്ടിയിരിക്കുന്നു എന്ന് വേണം ഈ സർവേ റിപ്പോർട്ടിനെ കുറിച്ച് പറയാൻ. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.